എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ചാപ്റ്റർ 9th ക്ലാസ്സിലെ ഹിന്ദി NCERT സഞ്ജയൻ എന്ന പുസ്തകത്തിലെ സെക്കൻഡ് ചാപ്റ്ററായ സ്മൃതി ആണ്. ഇത് എഴുതിയിരിക്കുന്നത് ശ്രീറാം ശർമ്മയാണ്. ഇതിൻ്റെ റൈറ്ററാണ് ശ്രീറാം ശർമ്മ. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ കുറച്ച് ഓർമ്മകളെ തന്നെയാണ് ഒരു കഥയാക്കി ഇവിടെ തന്നിരിക്കുന്നത്. വളരെ നല്ല രസമുള്ള കഥയാണ്, നല്ല അഡ്വഞ്ചറസുമാണ്. അപ്പോൾ തുടങ്ങാം. സൺ 1908 ईस्वी की बात है. 1900 കാര്യമാണിത് പറയുന്നത്. ഡിസംബർ കാ ആഖിർ യാ ജനുവരി കാ പ്രാരംഭ ഹോഗ. ഡിസംബർ ലാസ്റ്റോ അല്ലെങ്കിൽ ജനുവരി ഫസ്റ്റോ ആണ്. ജനുവരി പറഞ്ഞാൽ ആദ്യം, തുടക്കം ആണ്. ചില്ല ജാട പട് റഹാ താ. ചില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ മീനിങ് കൊടുത്തിട്ടുണ്ട്. കടി സർദി എന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പ്, ഭയങ്കര തണുപ്പ്. ജാട എന്ന് വെച്ചാൽ വിൻ്റർ. അപ്പോൾ നല്ല തണുപ്പുള്ള വിൻ്റർ ആയിരുന്നു. 2-4 दिन पूर्व कुछ बूंदाबांदी हो गई थी. 2-4 ദിവസം മുമ്പ്, നമ്മൾ 3-4 എന്ന് പറയും മലയാളത്തിൽ, അല്ലെങ്കിൽ 2-3 എന്ന് പറയും. അതുപോലെ ഇവർ 2-4 ദിനം മുമ്പ് കുച്ച് ബൂന്താബാന്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാറ്റൽ മഴ അല്ലെങ്കിൽ പാറ്റൽ ചാറിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയില്ലേ, അങ്ങനെ പറയുന്നതിനാണ് ബൂന്താബാന്തി പറയുക. അങ്ങനെ ഉണ്ടായിരുന്നു, മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഇസ്ലിയെ ശീതിക്ക് ഭയങ്കരത ഓർ ബി ബഡ് ഗൈ തി. അതുകൊണ്ട് ശീത് വിൻ്ററിൻ്റെ തണുപ്പിൻ്റെ ഭയങ്കരത ഇനിയും കൂടി വന്നു. വിൻ്ററിൻ്റെ സമയത്ത് ഒരു മഴ പെയ്യും അവിടെ, നോർമലി നോർത്തിൽ ഏകദേശം എല്ലാ സ്ഥലത്തും. അപ്പോൾ അവിടെയുള്ളവർക്കൊക്കെ അത് പരിചയമാണ്. അവിടെയുള്ളവർക്കൊക്കെ മനസ്സിലാവും, ഇനി ഇത് കൂടും, കുറച്ചും കൂടി തണുപ്പിനി കൂടും എന്നൊക്കെ അവർക്ക് മനസ്സിലാവും. നമ്മൾ ഇവിടെ ഇടവപ്പാതി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കുറേ പറയില്ലേ, അതുപോലെ അവിടെയുള്ളവർക്ക് ഇതിനെപ്പറ്റി അറിയാം. സായങ്കാലത്തെ 3:30 या 4 बजे होंगे. വൈകുന്നേരം 3:30 4 ആകും സമയം. കൈ സാത്തിയോं के साथ में जरबेरी के बेर तोड़ खा रहा था कि അപ്പോൾ വൈകുന്നേരം സമയത്ത് കൈ സാത്തിയോं के साथ കുറേ ഫ്രണ്ട്സിനോടൊപ്പം ഞാൻ എന്ന് പറയുന്നത് ആരാണ്? ശ്രീറാം ശർമ്മ, നമ്മുടെ റൈറ്റർ. ജർബേരി കെ ബേർ, ജർബേരി എന്ന് വെച്ചാൽ സ്ട്രോബെറീസ്. അപ്പോൾ സ്ട്രോബെറീസ് പറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഗാവ് കെ പാസ് ഏക് ആദ്മീനെ ജോർ സെ പുക്കാര. ആ ഗ്രാമത്തിൻ്റെ അടുത്തുനിന്ന് ഒരാൾ വന്ന് വളരെ ഉച്ചത്തിൽ വിളിച്ചു. കി തുമ്ഹാരെ ഭായി ബുലാ രഹേ ഹെ. ഇപ്പോൾ ഇവരെ വിളിച്ചു, നിങ്ങളുടെ ബ്രദർ, നിങ്ങളുടെ ഭായി നിങ്ങളെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ശീഘ്ര ഹി ഘർ ലൗട്ട് ജാओ. വേഗം വീട്ടിലേക്ക് പോകൂ എന്ന് പറഞ്ഞു. മേ ഘർ കോ ചൽനെ ലഗ. ഞാൻ വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. സാത്ത് മേ ചോട്ടാ ഭായി ബി താ. എൻ്റെ കൂടെ എൻ്റെ ചെറിയ ബ്രദറും ഉണ്ടായിരുന്നു. ഭായി സാഹബ് കി മാർ കാ ഡർ താ, ഇസ്ലിയെ സഹമ ഹുവ ചലാ ജാത്താ താ. ഭായിയുടെ അടിയെ നല്ല പേടിയുണ്ടായിരുന്നു, അതുകൊണ്ട് സഹമ എന്ന് വെച്ചാൽ പേടിച്ച് സ്കയേർഡ്. അപ്പോൾ പേടിച്ച് പോവുകയായിരുന്നു. സമജ് മേ നഹി ആത്താ താ കി കോൺസാ കസൂർ ബൻപട. മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എന്തു കുറ്റമാണോ ചെയ്തത് എന്ന്. കസൂർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറ്റം, തെറ്റ്. ഡർത്തെ ഘർമേ ഗുസ. പേടിച്ചുകൊണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ കയറി. ആശങ്ക തീക്കി ബേർ ഖാനേക്ക് അബ്രാത് മേ ഹി തോ പേശീന ഹോ. ആശങ്ക മീനിങ് താഴെ കൊടുത്തിട്ടുണ്ട്. ഡർ പറഞ്ഞാൽ നമുക്ക് മനസ്സിൻ്റെ ഉള്ളിലൊരു ആശങ്ക എന്നൊക്കെ മലയാളത്തിൽ പറയില്ലേ, അത് തന്നെയാണ്. അപ്പോൾ പേടി എന്താ ഉണ്ടായിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങാനും ഈ ബെറീസ് പറിച്ച് കഴിക്കുകയായിരുന്നില്ലേ, അതിനു വേണ്ടി, ആ ചെയ്ത തെറ്റിന് വേണ്ടിയിട്ടാണോ ഇനിയിപ്പോൾ വിളിച്ചതെന്നും അറിയില്ല എന്ന് പറഞ്ഞു. പേശീന ഹോ, പേഷോന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാജരാവുക എന്ന് പറയില്ലേ നമ്മൾ, പ്രസൻ്റ് ആവുക, അത്. പർ ആംഗൻ മേ ഭായി സാഹബ് കോ പത്ര ലിഖ്തെ പായ. പക്ഷെ പോകുമ്പോൾ എന്താണ്, ആംഗൻ മേ മുറ്റത്ത് ഭായിയെ അവിടെ ലെറ്റർ എഴുതിക്കൊണ്ട് കാണപ്പെട്ടു. അബ് പിട്നി കാ ഭയ ദൂർ ഹുവ. അപ്പോൾ അങ്ങനെ കണ്ട സമയത്ത് ഒന്ന് സമാധാനമായി. ഇനിയിപ്പോൾ അടി കിട്ടുന്നതിൻ്റെ ആ ഭയമൊക്കെ മാറിപ്പോയി. ഹമേ ദേക്കർ ഭായി സാഹബ് ने कहा. ഞങ്ങളെ കണ്ടിട്ട് ഭായി സാഹബ് പറഞ്ഞു, ഇൻ പത്രോं को ले जाकर മാക്കൻപൂർ ഡാക്കാനെ में डाल आओ. ഈ ലെറ്റേഴ്സ് കൊണ്ടുപോയി മാക്കൻപൂർ പോസ്റ്റ് ഓഫീസിൽ ഇട്ടിട്ട് വരാൻ പറഞ്ഞു. ഡാക്കാന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസ്. തേജി സെ ജാന, പെട്ടെന്ന് പോകണം. ജിസ്സെ ഷാം കി ഡാക്ക് മേ ചിട്ടിയാൻ നിക്കൽ ജായ്. എന്നാലേ വൈകുന്നേരത്തെ പോസ്റ്റിൽ ഈ ലെറ്റേഴ്സ് പോകുകയുള്ളൂ, അല്ലെങ്കിൽ എന്താണ് പിറ്റേ ദിവസം വരെ കാത്തിരിക്കേണ്ടി വരും. യെ ബഡി ജറൂരി ഹെ. ഇത് അത്യാവശ്യമുള്ളതാണ്. ജാഡേക്ക് ദിൻ തേഹി, വിൻ്ററിൻ്റെ ദിവസങ്ങൾ തന്നെയായിരുന്നു, തണുപ്പുള്ള ദിവസങ്ങൾ തന്നെ ആയിരുന്നു. തിസ് പർ ഹവാ കെ പ്രകോപ് സെ കപ്പി ലഗ് രഹി തി. ഹവാ കെ പ്രകോപ്, ഭയങ്കര കാറ്റിൻ്റെ പ്രകോപത്താൽ, അതിൻ്റെ അർത്ഥം നല്ല തണുത്ത കാറ്റ് കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. കപ്പന എന്ന് പറഞ്ഞാൽ കപ്പി എന്ന് പറഞ്ഞാൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഹവ മജ്ജ തക് ടിറ്റൂര രഹി തി. മജ്ജ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹഡ്ഡി കെ ഭീത്തർ ഭര മുലായം പദാർത്ഥ. പറഞ്ഞാൽ എല്ലിൻ്റെ ഉള്ളിലുള്ള മുലായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള സാധനം. പറഞ്ഞാൽ കാർട്ടിലേജ് എന്നൊക്കെ പറയില്ലേ, എല്ലിൻ്റെ ഉള്ളിൽ. അതിൻ്റെ അർത്ഥം എല്ലും കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നു എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് തണുപ്പായിരുന്നു. ടിറ്റൂര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീസ് ആവുക, അത്ര ഫ്രീസ് ആയിട്ടുള്ള അങ്ങനത്തെ തണുപ്പ് കാറ്റ് അടിക്കുന്നുണ്ടായിരുന്നു. ഇസ്ലിയെ ഹംനെ കാനോക്കോ ദോത്തിസെ ബാന്ത. അതുകൊണ്ട് ഞങ്ങൾ ചെവി ഒരു മുണ്ടുകൊണ്ട് അടച്ച് കെട്ടി.
ധോത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുണ്ട്. മാനെ ബുഞ്ചാനെ കെ ലിയെ തോടെ ചനെ ഏക് ധോത്തി മേ ബാന്ത് ദിയെ തെ. അമ്മ ബുഞ്ചാനെ കെ ലിയെ, ബുഞ്ചാന എന്ന് വെച്ചാൽ ഭുൻവാന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കടലയും ഒരു മുണ്ടിൽ കെട്ടി തന്നിട്ടുണ്ടായിരുന്നു. ഹം ദോനോ ഭായി അപ്പന അപ്പന ഡണ്ട ലേക്കർ ഘർ സെ നിക്കൽ പടി. ഞങ്ങൾ 2 ബ്രദേഴ്സും പറഞ്ഞാൽ നമ്മുടെ റൈറ്ററിൻ്റെ ചെറിയ ബ്രദറും അവർ രണ്ടുപേരും ഡണ്ട ലേക്കർ ഒരു വടിയെടുത്ത്, ഡണ്ട എന്ന് വെച്ചാൽ വടിയെടുത്ത് ഘർ സെ നിക്കൽ പടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഈ വില്ലേജ് സ്ഥലങ്ങളിലുള്ളവരൊക്കെ അവരെവിടേക്കെങ്കിലുമൊക്കെ പോണ സമയത്ത് അവർ ദൂരെ പോകണം, അവർക്ക് നടന്ന് പോകണം. അപ്പോൾ വഴിയിൽ വല്ല അനിമൽസും ഒക്കെ ഉണ്ടാവും, എന്തെങ്കിലും നായ്ക്കളോ അപ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. അപ്പോൾ അവർക്ക് ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ട് വടി കയ്യിൽ വെക്കാറുണ്ട് സാധാരണയായിട്ട്. ഉസ് സമയ ഉസ് ബബൂൽ കെ ഡണ്ടേ സെ ജിത്തന മോഹത്ത. അപ്പോൾ അത് ഏത് വടിയായിരുന്നു? ബബൂൽ ക ഡണ്ട, ബബൂൽ മരത്തിൻ്റെ വടിയായിരുന്നു. അക്കേഷ്യ എന്ന് പറയില്ലേ, ആ മരം. അപ്പോൾ അതിനെ കൊണ്ട് ഇത്ര ഇഷ്ടമായിരുന്നു ആ വടി എന്ന് വെച്ചാൽ ഉത്തന ഇസ് ഉമർ മേ റൈഫിൾ സെ നെഹി. ഈ ഉമറിൽ, ഈ വയസ്സിൽ ആക്ച്വലി റൈഫിൾ എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷിൻ്റെ റൈഫിൾ ഗണ്ണ് തന്നെയാണ് കേട്ടോ. അതിൻ്റെയും കൂടി പറഞ്ഞാൽ ഇത്ര മോഹമില്ല, അത്രയ്ക്ക് ആ വടി ഇഷ്ടമായിരുന്നു. മേര ഡണ്ട അനേക് സാംപോം കെ ലിയെ നാരായൺ വാഹൻ ഹോ ചുക്കാ था. എൻ്റെ വടി അനേക് സാംപോം കെ ലിയെ കുറേ പാമ്പുകൾക്ക് നാരായൺ വാഹനായി മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നാരായൺ വാഹൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നാരായണൻ്റെ വാഹനം എന്താണ്? ഗരുഡൻ. അപ്പോൾ നാരായണൻ ഭഗവാന്റെ വാഹനം ഗരുഡനാണ്. ഗരുഡൻ ആരെയാണ് കൊല്ലുക? പാമ്പിനെയാണ് കൊല്ലുക. അപ്പോൾ ഈ വടി കൊണ്ട് ഒരുപാട് പാമ്പിനെ കൊന്നിട്ടുണ്ട്. അതാണ് പറയുന്നത് എൻ്റെ വടി നാരായൺ വാഹനായി കഴിഞ്ഞു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. माखनपुर के स्कूल और गांव के बीच पड़ने वाले आम के पेड़ों से प्रतिवर्ष उससे ആം झूरे जाते थे. മാക്കൻപൂരിൻ്റെ സ്കൂളും ഗാവും വില്ലേജും അതിൻ്റെ ഇടയിൽ വരുന്ന സ്ഥലത്ത് പറഞ്ഞാൽ ഇവർ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഗ്രാമത്തിൻ്റെയും ഇടയിൽ ആം കെ പേടോസെ അവിടെ മാങ്ങ മരങ്ങളുണ്ട്, അതിൽ നിന്ന് പ്രതിവർഷം എല്ലാ വർഷവും ഉസ്സെ ആം ജൂരെ ജാത്യത്തെ. ജൂരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തോടന, പറിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് മാങ്ങ പറിക്കുന്നത്. ഇസ് കാരൺ വഹ മൂക്ക് ഡണ്ട സജീവ് സ പ്രതീത് ഹോത്താത്ത. ഈ കാരണം കൊണ്ട് എന്താണ്? മൂക്ക് ഡണ്ട, മൂക്ക് സജീവ് സ പറഞ്ഞാൽ ജീവനുള്ളതുപോലെ ആയിത്തീരുമായിരുന്നു. കാരണം എന്താണ്? ഈ വടി കൊണ്ടൊക്കെ അടിച്ചിട്ടായിരിക്കും അതിനെ പറിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. പ്രസന്നവദൻ ഹം ദോനോ മഖൻപൂർ കി ഓർ തേജി സെ ബഡ്നെ ലഗെ. എന്തായാലും ഞങ്ങൾ രണ്ടുപേരും പ്രസന്നവദൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി, പ്രസന്നവദനത്തോടു കൂടി, അതിൻ്റെ അർത്ഥം പ്രസന്ന ചെഹറ. ഞങ്ങൾ രണ്ടുപേരും മാക്കൻപൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ചിട്ടിയോങ്കോ മേനെ ടോപ്പി മേ രഖ് ദിയ. ചിട്ടിയോങ്കോ കത്തുകൾ എന്താ ചെയ്തത്? ടൊപ്പിയിൽ വെച്ചിട്ട് ആ തൊപ്പി എന്നിട്ട് തലയിൽ വെച്ചു. ക്യോങ്കി കുർത്തേമേ ജേബ് നത്തെ. എന്തുകൊണ്ടാ വെച്ചാൽ കുർത്തയിൽ പോക്കറ്റ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട്. हम दोनों उछलते कूदते एक ही सांस में गांव से 4 फरलोंग दूर उस कुएं के पास आ गए. ഞങ്ങൾ രണ്ടുപേരും ഉച്ചലത്തെ കൂത്തെ പറഞ്ഞാൽ ചാടി കളിച്ചുകൊണ്ട് ഏക് ഹി സാസ് മേ ഒരേ ശ്വാസത്തിൽ ഗാവ് സെ ഗ്രാമത്തിൽ നിന്ന് 4 ഫർലോങ്. ഫർലോങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യൂണിറ്റാണ്. ഏകദേശം 4-5 ഫർലോങ് ആവുമ്പോൾ 1 കിലോമീറ്റർ ആവും, അതുപോലെ ഒരു യൂണിറ്റാണ്. അപ്പോൾ 4 ഫർലോങ് ദൂരെ ഉസ് കുവേക്ക് പാസ് പറഞ്ഞാൽ അത്ര ദൂരെ എത്തി. ഒരു കുവ എന്ന് പറഞ്ഞാൽ കിണർ, ആ കിണറിൻ്റെ അടുത്തെത്തി. ജിസ്മേ ഏക്ക് അതിഭയങ്കർ കാലാ സാപ്പ് പടാ ഹുവാ താ. അതിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഭയങ്കരത്തിൽ നിന്നും ഭയങ്കരമായിട്ടുള്ള കറുത്ത ഒരു പാമ്പ് അതിൽ ഉണ്ടായിരുന്നു, ആ കിണറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. കുവ കച്ചാത്ത, ആ കിണർ കച്ചയായിരുന്നു. കച്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സിമെൻ്റ് ഒന്നും ഇടാണ്ട് ഇങ്ങനെ വെറുതെ ഒരു കിണർ, അത്രേ ഉള്ളൂ. പറഞ്ഞാൽ അതിൻ്റെ ബേസോ അങ്ങനെയൊന്നും കെട്ടാണ്ട് അങ്ങനെ കിടക്കുന്നത്. ഓർ 24 ഹാത്ത് ഗഹരാത്ത. 24 ഹാത്ത് 24 ഹാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എണ്ണില്ലേ, പിന്നെ കൈ വെച്ചിട്ട് ഇങ്ങനെ എണ്ണില്ലേ, അടി പോലെ പറയില്ലേ, ഈ പൂവൊക്കെ മുറിച്ച് തരുന്ന സമയത്ത് അങ്ങനെ പറഞ്ഞതാണ്, അങ്ങനെ ഒരു യൂണിറ്റ് പറയണം. അത്രയും ആഴമുണ്ടായിരുന്നു അത്. ഉസ്മേ പാനി നഥ, അതിൽ വെള്ളമുണ്ടായിരുന്നില്ല. ഉസ്മേ നജാനി സാമ്പ് കേസി ഗിരിഗ്യാത്ത, എങ്ങനെയാണാവോ അതിൽ ആ പാമ്പ് വീണുപോയത്. കാരൺ കുച്ച് ബി ഹോ, കാരണം എന്തു ആവട്ടെ. ഹമാര ഉസ്കെ കുയമേ ഹോനേക്ക ജ്ഞാൻ കേവൽ 2 മഹീനേക്ക ഥ. ഞങ്ങൾക്കൊരു 2 മാസം ആയിട്ടാണ് ഈ പാമ്പ് ഈ കിണറിലുണ്ട് എന്നുള്ളത് അറിയുന്നത്. ബच्चे നട്ട്കട്ട് ഹോത്തേ ഹി ഹെ, കുട്ടികൾ നട്ട്കട്ട് തന്നെയായിരിക്കും. നട്ട്കട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരാർത്തി എന്ന് പറയാം, മിസ്ചീവിയസ്, കുറുമ്പുള്ളത് അല്ലെങ്കിൽ വികൃതിയുള്ള കുട്ടികൾ തന്നെ ആയിരിക്കും എന്തായാലും. മഖൻപൂർ പഠനെ ജാനെ വാലി ഹമാരി ടോലി പൂരി വാനർ ടോലി തീ. മഖൻപൂരിലേക്ക് ഇവർ പഠിക്കാൻ പോകും. മഖൻപൂരിലാണ് ഇവരുടെ സ്കൂള്. അപ്പോൾ ആ സ്കൂളിലേക്ക് പോണ ഇവരുടെ മൊത്തം ഗ്യാങ്, ടോലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ മൊത്തം ഗ്യാങ് അല്ലെങ്കിൽ ടീം, ഒരു ഗ്രൂപ്പ്. വാനർ ടോലി തീ, കുരങ്ങുകൾ തന്നെയായിരുന്നു, വാനരന്മാർ തന്നെയായിരുന്നു. അതിൻ്റെ അർത്ഥം വളരെയധികം പിന്നെ നല്ല വികൃതിയുള്ള കുട്ടികളായിരുന്നു. ഏക് ദിൻ ഹം ലോഗ് സ്കൂൾ സെ ലോട്ട് രഹത്തെ, ഒരു ദിവസം ഞങ്ങൾ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമായിരുന്നു.
कि हमको कुएं में ഉച്ചക്കനെ की सूची. ഉച്ചക്കന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ മീനിങ് കൊടുത്തിട്ടുണ്ട്. ഒന്നുമില്ല, ഇങ്ങനെ എത്തി നോക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ എത്തി നോക്കുമ്പോൾ എങ്ങനെ ആവും? നമ്മളുടെ കുതിക്കാല് മേലേക്കാക്കി ആ വിരൽ ഭാഗം മാത്രം താഴെ മുട്ടിയിട്ട് നമ്മൾ നോക്കില്ലേ, അത്രേ ഉള്ളൂ. അതിനാണ് ഉച്ചക്കന എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പഞ്ചേക്ക് ബൽ ഉച്ചക്കർ ഝാങ്കന. പഞ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാൽ വിരലുകളുടെ ഭാഗം, അതിനെ അമർത്തി വെച്ചിട്ട് ഇങ്ങനെ എത്തുക. ഝാങ്കന എന്ന് പറഞ്ഞാൽ എത്തുക. ടു പീപ്പ്, പീപ്പിങ്ങിന് പറയുന്നതാണ് എത്തി നോക്കുക. സബ്സെ പെഹലെ ഉച്ചക്കനെ വാല മേഹിത. ഏറ്റവും ആദ്യം ഉച്ചക്കനെ വാല ഇങ്ങനെ എത്തി നോക്കുന്നതിൽ ഞാൻ തന്നെയായിരുന്നു. കൂവേ മെ ഝാക്കർ എക് ഡേല ഫേക്ക. ആ കിണറ്റിൽ ഇങ്ങനെ എത്തി നോക്കി ഒരു കല്ലെറിഞ്ഞു. ഡേല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്ലോ അല്ലെങ്കിൽ ആ മണ്ണോ പൂഴിയോ എന്തെങ്കിലും എറിഞ്ഞു. കി ഉസ്കി ആവാജ് കേസി ഹോത്തി ഹെ. എന്തിനു വേണ്ടിയിട്ടാണ് കല്ലെറിഞ്ഞത്? അതിൻ്റെ ഉള്ളിലുള്ള പാമ്പ് എങ്ങനെയാണ് അതിൻ്റെ ശബ്ദം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. उसके सुनने के बाद अपनी बोली की प्रतिध्वनि सुनने की इच्छा थी. उसके सुनने के बाद ആ പാമ്പിൻ്റെ ശബ്ദം കേട്ടതിൻ്റെ ശേഷം അപ്പനി ഭോലിക്ക് നമ്മൾ സ്വയം പറയുന്നതിൻ്റെ പ്രതിധ്വനി ഇക്കോ, നമ്മൾ പറഞ്ഞ അതേപോലെ തിരിച്ചും സൗണ്ട് കേൾക്കില്ലേ, അത്രേനെ റീസൗണ്ട്, അത് കേൾക്കാനുള്ള ആഗ്രഹമായിരുന്നു. പർ കുവേമേ ജോഹി ഠേലാഗിര. പക്ഷെങ്കിൽ ആ കിണറ്റിൽ ആ കല്ല് വീണതിൻ്റെ ശേഷം എന്താണ്? ത്യോ ഹി എക് ഫുസ്കാർ സുനായി പടി. ആ കല്ല് വീണതും ഒരു ഫുസ്കാർ, ഒരു ഫുസ്ന്നുള്ള സൗണ്ട് കേട്ടു. അതെന്തിൻ്റെയാണ്? പാമ്പിൻ്റെ സൗണ്ട്. പാമ്പിൻ്റെ ഹിസ് എന്ന് പറയില്ലേ, സൗണ്ട്, അത് കേട്ടു. കുയേക്കെ, അതിനാണ് ഫുസ്കാർ എന്ന് പറയുന്നത് കേട്ടോ ഹിന്ദിയിൽ. കുയേക്കെ കിനാരെ ഖടെ ഹുए हम सब बालक पहले तो उस फुस्कार से ऐसे चकित हो गए. ആ കിണറ്റിൻ്റെ വക്കിൽ, അതിൻ്റെ അരികിൽ നിന്ന ഞങ്ങളെല്ലാ കുട്ടികൾക്കും ആദ്യം ഒരു അത്ഭുതം തോന്നി. ജേസെ കിലോലെ കർത്താ ഹുവ. പറഞ്ഞ എങ്ങനെ തോന്നി അവർക്ക്? കിലോലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രീഡ എന്ന് കൊടുത്തിട്ടുണ്ട് മീനിങ്. അതിൻ്റെ അർത്ഥം കളിക്കാവൊന്നുമില്ല. അപ്പോൾ കളിച്ചുകൊണ്ട് മൃഗസമൂഹ അതിസമീപ് കെ കുത്തേക്ക് ഭോഗ് സെ ചക്കിത് ഹോ ജാത്ത ഹെ. എങ്ങനെ തോന്നി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള മൃഗസമൂഹം, മൃഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാന്, ഡിയർ. അപ്പോൾ അങ്ങനെ കുറേ മാൻകൂട്ടങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പട്ടി കൊണ്ടുവരുന്നു. പറഞ്ഞാൽ കുറേ പട്ടികൾ കൊണ്ടുവരുന്ന സമയത്ത് അവരെങ്ങനെ അത്ഭുതപ്പെടുമോ അതുപോലെ ഞങ്ങളും ആ ശബ്ദം കേട്ട് അത്ഭുതപ്പെട്ടു. ഉസ്കെ ഉപ്രാന്ത് സബീനെ ഉച്ചലുച്ചൽക്കർ ഏക് ഏക് ടേല ഫേക്ക. അതിൻ്റെ ശേഷം എല്ലാവരും ഉച്ചലുച്ചൽക്കർ ചാടി ഓരോരുത്തരും അവരവരുടെ വക ഓരോരോ കല്ലെടുത്തെറിഞ്ഞു. ഓർ കുയേ ആനേവാലി ക്രോധപൂർണ്ണ ഫുസ്കാർ പർ കഹെ ലഗായേ. പിന്നെ ആ കിണറ്റിൽ നിന്ന് വരുന്ന ആ ഫുസ്കാർ, ആ പാമ്പിൻ്റെ ശബ്ദം കേട്ടിട്ട്, ദേഷ്യത്തോടുകൂടിയുള്ള ആ പാമ്പിൻ്റെ ശബ്ദം കേട്ട് അവരവിടെ എല്ലാവരും അവരതൊക്കെ എൻജോയ് ചെയ്തു, ചിരിച്ചു കളിച്ചു. गांव से मक्खनपुर जाते और मक्खनपुर से लौटते समय, വില്ലേജിൽ നിന്ന് മക്കൻപൂരിലേക്ക് പോകുന്ന സമയത്തും മക്കൻപൂരിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്തും പ്രായഃ പ്രതിദിൻ ഹി കുവേമേ ഡെയിലി ഡാലി ജാത്തേത്തെ. ഏകദേശം എല്ലാ ദിവസവും കിണറ്റിൽ ഇതുപോലെ കല്ലുകൾ ഇടുമായിരുന്നു. മേ തോ ആകെ ബക്കർ ആജാത്താത്ത. ഞാൻ ഏറ്റവും മുന്നിൽ ഓടി വരുമായിരുന്നു. ഓർ ടോപ്പിക്കോ ഏക് ഹാത്ത് സെ പക്കഡ്കർ ദൂസരെ ഹാത്ത് സെ ടേല ഫേക്താത്ത. തൊപ്പിയെ ഒരു കൈകൊണ്ട് പിടിച്ച് വേറെ കൈകൊണ്ട് കല്ലെറിയുമായിരുന്നു. എന്തുകൊണ്ടാണ് ഒരു കൈകൊണ്ട് പിടിക്കുന്നത്? കല്ലെറിയണ ഊക്കിൽ എങ്ങനെ ഈ തൊപ്പി അതിൽ വീണുപോയാലോ എന്ന് പറഞ്ഞിട്ട്. യഹ റോജാനാക്കി ആദത് സി ഹോ ഗയി തി. ഇത് ഡെയിലിയുള്ള ഒരു സ്വഭാവമായി തീർന്നു. സാം സെ ഫുസ്കാർ കർവാലേന മേ ഉസ്സമേ ബഡാ കാം സമസ്താത്ത. പാമ്പിനെ കൊണ്ടിങ്ങനെ ശബ്ദിപ്പിക്കൽ എന്തോ വലിയ കാര്യം ചെയ്യുന്ന പോലെ ഞാൻ ആ സമയത്ത് വിചാരിച്ചിരുന്നു. ഇസ്ലിയെ ജैसे ही मैं दोनों उस कुएं की ओर से निकला, हम दोनों അപ്പോൾ ഇപ്പോൾ ലെറ്റേഴ്സ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ജैसे ही हम दोनों, ഞങ്ങൾ രണ്ടുപേരും ഉസ് കുവേ കി ഓർ സെ നിക്ലെ, ആ കിണറിൻ്റെ അരികത്തുകൂടി പോകുന്ന സമയത്ത് കുവേ മേ ഠേല ഫേക്കർ ഫുസ്കാർ സുന്നേ കി പ്രവൃത്തി ജാഗ്രത് ഹോ ഗയി. ആ കിണറ്റിൽ ഇതുപോലെ ഞങ്ങൾ കല്ലെറിഞ്ഞ് ആ പാമ്പിൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ടായിരുന്ന ആ പ്രവൃത്തി, പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആ കാര്യം ഓർമ്മ വന്നു. ജാഗ്രത് ഹോ ഗയി, അത് ഓർമ്മ വന്നു. മേ കുവേക്ക് ഓർ ബഡ, ഞാൻ ആ കിണറിൻ്റെ അടുത്ത് പോയി. ചോട്ടാ ഭായി മേരെ പീച്ചെ ഏസെ ഹോലിയ ജേസെ ബഡെ, ചെറിയ ഭായിയും എൻ്റെ പിന്നാലെ വന്നു. എങ്ങനെ വന്നു? जैसे बड़े മൃഗ് ശാവക്ക് പീച്ചെ ചോട്ടാ മൃഗ് ശാവക് ഹോ ലേത്താ ഹെ. മൃഗ് ശാവക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനിൻ്റെ കുട്ടി, ഹിരൺക ബച്ച താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ മാനിൻ്റെ കുട്ടിയുടെ പിന്നാലെ ചെറിയ മാൻകുട്ടികൾ പോകുന്ന പോലെ പറഞ്ഞാൽ അതിനെ ഫോളോ ചെയ്ത് ഇനിയും ചെറിയ കുട്ടികൾ അതിൻ്റെ പിന്നാലെ പോകുന്നത് പോലെ എൻ്റെ ഭായി എൻ്റെ പിന്നാലെ വന്നു. കുവേക്കെ കിനാരേസെ ഏക് ഢീല ഉട്ടായ, കിണറിൻ്റെ അരികത്ത് നിന്ന് ഒരു കല്ലെടുത്തു. ഓർ ഉച്ചൽക്കർ ഏക് ഹാത്ത് സെ ടോപ്പി ഉത്താർത്തെ ഹുയെ, എന്നിട്ട് ചാടിയിട്ട് ഒരു കൈകൊണ്ട് തൊപ്പിയെടുത്ത് മാറ്റി. സാമ്പ് പർ ഢേല ഗിരാദിയ, ആ പാമ്പിൻ്റെ മേലെ ആ കല്ലിനെ വീഴ്ത്തി, അതിൻ്റെ അർത്ഥം എറിഞ്ഞു.
पर मुझ पर तो बिजली सी गिर पड़ी. പക്ഷേ എൻ്റെ മേലെ എന്താണ് വല്ല കറണ്ട് വീണ പോലെ ആയി. അതിൻ്റെ അർത്ഥം എൻ്റെ മേലെ വല്ല ഷോക്കേറ്റ പോലെ ആയി. സാമ്പനെ ഫുസ്കാർ മാറി യാ നഹി. ആ പാമ്പ് ശബ്ദിച്ചോ ഇല്ലെന്ന് അറിയില്ല. ഠേല ഉസെ ലഗാ യാ നഹി. ഠേല അതിന് പറഞ്ഞാൽ ആ കല്ല് അതിന് തട്ടിയോ ഇല്ലേന്ന് എനിക്കറിയില്ല. യഹ് ബാത് അബ് തക് സ്മരൺ നഹി. ഈ കാര്യം എനിക്ക് ഇപ്പോൾ വരെയും ഓർമ്മയില്ല. സ്മരൺ എന്ന് വെച്ചാൽ ഓർമ്മ. टोपी के हाथ में लेते ही तीनों चिट्टियाँ चक्कर काटती हुई कुएं में गिर रही थी. ടോപ്പി കെ ഹാത്ത് മേ ലേത്തി ഹി പറഞ്ഞാൽ തൊപ്പിയെ കയ്യിൽ എടുത്തതും തീനോ ചിട്ടിയ 3 ലെറ്റേഴ്സും ചക്കർ കാട്ടി ഹുയി പറഞ്ഞാൽ വെയിറ്റ് ഇല്ലാത്ത സാധനം പേപ്പറല്ലേ, അപ്പോൾ അതിങ്ങനെ താഴേക്ക് വീഴുന്ന സമയത്ത് അങ്ങനെ കറങ്ങി കറങ്ങി വീഴില്ലേ, അതാണ് ചക്കർ കാട്ടി ഹുയി എന്ന് പറയുന്നത്. അങ്ങനെ അത് കറങ്ങി കറങ്ങി കുവേമേ ഗിർ റഹി തി കിണറ്റിൽ വീഴുന്നുണ്ടായിരുന്നു. അക്കസ്മാത്ത് സഡൻലി പെട്ടെന്ന് ജैसे घास चरते हुए हिरन की आत्मा घास चरते हुए പുല്ല് തിന്നുന്ന ഗ്രേസിങ് ചർണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ പുല്ല് തിന്നുന്ന മാനിൻ്റെ ആത്മാവ് ഗോലീസെ ഹത്ത് ഹോനെ പർ നിക്കൽ ജാത്തി ഹെ. പെട്ടെന്ന് ആരെങ്കിലും ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജീവൻ പോകുന്ന പോലെ, ആത്മാവ് പോകുക പറഞ്ഞാൽ അതിൻ്റെ ജീവൻ പോകുന്ന പോലെ, ഹത്ത് ഹോന പറഞ്ഞാൽ ജീവൻ പോവുക, അതുപോലെ ഓർ വഹ് തടപ്ത രജാത്ത ഹെ പിന്നെ അതങ്ങനെ ഡിസ്റ്റർബ് ആയിക്കൊണ്ടിരിക്കും അല്ലേ, അതങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കില്ലേ, അതുപോലെ ഉസി ഭാന്തി അതേപോലെ വേ ചിട്ടിയാ ക്യാ ടോപ്പി സെ നിക്കൽ ഗയി ആ ലെറ്ററുകൾ ആ ടോപ്പിയിൽ നിന്ന് വീണു പോയതിൻ്റെ ശേഷം മേരി തു ജാൻ നിക്കൽ ഗയി എൻ്റെ ജീവനെ പോയി. ഉൻകെ ഗിർത്തെ ഹി മേനെ ഉൻകോ പകടനെ കെ ലിയെ ഏക് ഝപ്റ്റാ ബി മാറ അത് വീണതും തന്നെ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഝപ്റ്റാ ബി മാറ. ഝപ്റ്റാ മാറണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുതിക്കുക ചാട് അങ്ങനെ പിടിക്കാനുള്ള പരാക്രമങ്ങൾ. ठीक वैसे जैसे घायल शेर शिकारी को पेड़ पर चढ़ते देख उस पर हमला करता है. എങ്ങനെയാണ് അതിനെ പിടിക്കാൻ ശ്രമിച്ചത് ലെറ്റേഴ്സിനെ? ടീക്ക് വൈസെ എങ്ങനെയെന്ന് വെച്ചാൽ ജैसे घायल शेर പിന്നെ മുറിവേറ്റ അല്ലെങ്കിൽ ഇഞ്ചുർ ആയിട്ടുള്ള സിംഹം ഷിക്കാരിക്കോ പേട് പർ ചढ़ते ദേക്ക് ആ ഷിക്കാരിയെ പറഞ്ഞാൽ വെടിവെക്കുന്ന ആളെ വേട്ടയാടുന്ന ആള് മരത്തിൽ കയറുന്നത് കണ്ടിട്ട് ഉസ് പർ ഹംല കർത്താ ഹെ അതിനെ അറ്റാക്ക് ചെയ്യുന്നത്, അയാളെ എങ്ങനെ അറ്റാക്ക് ചെയ്യുന്നോ പറഞ്ഞാൽ വെടിവെച്ച് അയാൾ മരത്തിൻ്റെ മുകളിൽ കയറുമ്പോൾ സിംഹം അതിൻ്റെ പിന്നാലെ പോയി എങ്ങനെ അറ്റാക്ക് ചെയ്യുന്നോ അതുപോലെ എന്ന് പറയുന്നത്. പർ വേ തോ പഹുഞ്ച് സേ ബാഹർ ഹോ ചുക്കി തി പക്ഷെ അത് എൻ്റെ പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നതിനും പുറത്തായി കഴിഞ്ഞു, എൻ്റെ കപ്പാസിറ്റിക്ക് പുറത്താണ്, കാര്യം അത് പിടിക്കാൻ കഴിഞ്ഞില്ല, അത് താഴെ വീണു. ഉൻകോ പക്കടനെ കി ഘബറാഹട്ട് മേ മേ സ്വയം ഝട്കെ കെ കാരൻ കുവേ മേ ഗിർ ഗയാ ഹോത്ത ആ ലെറ്റേഴ്സ് പിടിക്കുന്ന പരിഭ്രമത്തിൽ എങ്ങാനും കിണറ്റിൽ വീണു പോയാലോ എന്ന് തോന്നി. കുവേക്ക് പാട്ട് പർ ബേട്ടെ ഹം റോ രഹേ തേ ആ കിണറിൻ്റെ വശത്ത് ഇരുന്ന് ഞങ്ങൾ രണ്ടുപേരും കരയായിരുന്നു. ചോട്ടാ ബായി ഠാഡെ മാർക്കർ ചെറിയ ബ്രദർ ഠാഡെ മാർക്കർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോർ ജോർസെ റോന എന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കരയുക ഒച്ചത്തിൽ തേങ്ങി കരയുക എന്ത് വേണോ പറയാം, അങ്ങനെ കരയുന്നുണ്ടായിരുന്നു. ഓർ മേ ചുപ് ചാപ്പ് ആങ്കെ ഡബ് ഡബാക്കർ ഞാൻ എങ്ങനെയാണ് ചുപ് ചാപ്പ് പറഞ്ഞാൽ മിണ്ടാതെ സൈലൻ്റ് ആയിട്ട് ആങ്കെ ഡബ് ഡബാക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണിങ്ങനെ അമർത്തി പിടിക്കില്ലേ, അമർത്തി പിടിക്കുക, എന്നാലും പിന്നെ കണ്ണുനീര് വന്നുകൊണ്ടിരിക്കും, എന്നാലും കണ്ണുനീര് വെള്ളം വന്നുകൊണ്ടിരിക്കും, അതുപോലെ ഞാൻ പതുക്കെ കരയുന്നുണ്ടായിരുന്നു. പത്തീലി മേ ഊഫാൻ ആനെ സെ ഢക്കന ഊപ്പർ ഉഡ് ജാത്താ ഹെ. പത്തീലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രം, ഊഫാൻ ആന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉബാലാന അതിൻ്റെ അർത്ഥം തിള വരിക, ബോയിൽ വരിക. നമ്മളൊരു പാത്രത്തിൽ വെള്ളമോ പാലോ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ബോയിലാവുന്ന സമയത്ത് പറഞ്ഞാൽ നമ്മളതിനെ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൊങ്ങി വരും ഇങ്ങനെ അല്ലേ, ആ അടപ്പ് പൊങ്ങി വരും, അതാണ് പറയുന്നത്. പത്തീലിമേ ഊഫാൻ ആനേസെ പാത്രത്തിൽ തിള വരുന്ന സമയത്ത് ഡക്കന എന്ന് വെച്ചാൽ ലിഡ് അടപ്പ്, ഡക്കന ഊപ്പർ ഉഡ് ജാത്താ ഹെ അടപ്പ് മുകളിലേക്ക് വരും ഇങ്ങനെ. ഓർ പാനി ബാഹർ ടപക് ജാത്താ ഹെ വെള്ളം വെളിയിലേക്ക് ഒഴുകാൻ തുടങ്ങും. അതുപോലെ നിരാശ പിട്നെ കെ ഭയ ഓർ ഉദ്വേഗ് സെ റോനെ കാ ഉഫാൻ ആഥാ താ. നിരാശ പറഞ്ഞാൽ കത്തുകൾ പോയതിൻ്റെ നിരാശ, പിന്നെ പിട്നെ കാ ഭയ അടികിട്ടുന്നുള്ള ഭയം, പിന്നെ ഉദ്വേഗ് എന്ന് പറഞ്ഞാൽ ബേച്ചൈനി ഘബറാഹട്ട് കൊടുത്തിട്ടുണ്ട് താഴെ. അതിൻ്റെ അർത്ഥം എന്താണ്? ഭയങ്കര ഡിസ്റ്റർബ് ആകുക, ഭയങ്കര വിഷമവും ഒക്കെ തോന്നുക. അങ്ങനെ റോനെ കാ ഉഫാൻ ആഥാ താ അങ്ങനെ കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. പലക്കോക്കോ ഡക്കിനെ ഭീത്തറി ഭാവോക്കോ റോക്കിനേക്കാ പ്രയത്ന കർത്തേത്തെ. പലക്കോക്കോ ഡക്കിനെ പറഞ്ഞാൽ കണ്ണടച്ച് ഉള്ളിലുള്ള ഭാവങ്ങളൊക്കെ അങ്ങനെ അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പർ കപ്പോലോം പർ ആസു ഡുലക്കി ജാത്തേത്തെ പക്ഷേ കപ്പോലോം പർ കപ്പോൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കവിള്, ചീക്സ് പറഞ്ഞാൽ കവിളിലേക്ക് ആസു കണ്ണുനീര് വീഴുക തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. മാക്കി ഗോദ് കി യാദ് ആത്തി തി അമ്മയുടെ ഗോദ് എന്ന് പറഞ്ഞാൽ മടി, ലാപ്പ് അമ്മയുടെ മടി ഓർമ്മ വരുന്നുണ്ടായിരുന്നു ആ സമയത്ത്. പറഞ്ഞാൽ ഭയങ്കര ദുഃഖത്തിൽ
ചെറുപ്പത്തിലാണല്ലേ, അപ്പോൾ അമ്മയെ ഓർമ്മ വരുന്നുണ്ടായിരുന്നു. ജി ചാഹത്താ താ കി മാ ആക്കർ ചാത്തി സെ ലഗാലേ, എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു അമ്മ വന്ന് അങ്ങനെ മാറോടണച്ചാൽ എത്ര നന്നായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. പറഞ്ഞാൽ അങ്ങനെ ഹഗ് ചെയ്യാം. ഓർ ലാഡ് പ്യാർ കർക്കെ കെഹദേ, ലാഡ് പ്യാർ കർണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം സ്നേഹിക്കുക, കൊഞ്ചുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ചെയ്തിട്ട് കെഹദേ പറയുക. എന്താ പറയേണ്ടത്? കോയി ബാത് നഹി, സാരില്ല, അതൊന്നും സാരില്ല, ചിട്ടിയാ ഫിർ ലിഖ് ലീ ജാएगी, ലെറ്റേഴ്സ് ഇനിയും എഴുതാം, അതൊന്നും സാരില്ല എന്ന് അമ്മ പറഞ്ഞാൽ എത്ര നന്നായിരുന്നു എന്ന് തോന്നി. തബീയത്ത് കർത്തി തീ കി കുവേ മേ ബഹുത് സി മിട്ടി ഡാൽ ദി ജായ്, ഒന്ന് ഇങ്ങനെ തോന്നി. പിന്നെന്താണ് തോന്നിയത്? കുവേ മേ ബഹുത് സി മിട്ടി ഡാൽ ദി ജായ്, ആ കിണറ്റിൽ കുറേ മണ്ണ് വാരി ഇടുക. ഓർ ഘർ ജാക്കർ കെഹ ദിയ ജായ് കി ചിട്ടി ഡാലായേ, പിന്നെ എന്നിട്ട് വീട്ടിൽ പോയി പറയുക ലെറ്റേഴ്സ് പോസ്റ്റ് ചെയ്തിട്ട് വന്നു എന്ന് പറയുക എന്ന് തോന്നി. പർ ഉസ് സമയം മേ ജൂട്ട് ബോൽന ജാൻതാ ഹി നഹി താ, പക്ഷേ എനിക്ക് നുണ പറയാനേ അറിയില്ലായിരുന്നു ആ സമയത്ത്. ഘർ ലോട്ട്കർ സച്ച് ബോൾനെ പർ റുയി കി തര ധുനായി ഹോത്തി, വീട്ടിലെത്തി സത്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടിച്ച് പഞ്ഞി പോലെ ആക്കും. റുയി എന്ന് പറഞ്ഞാൽ പഞ്ഞി, അടിച്ച് പഞ്ഞിയാക്കും. മാർക്കെ ഖയാൽ സെ ശരീർ ഹി നഹി മൻ ഭി കാംപ് ജാത്താ താ, അടി ആലോചിക്കുന്ന സമയത്ത് ശരീരം മാത്രമല്ല മനസ്സും വിറയ്ക്കുന്നുണ്ടായിരുന്നു. സച്ച് ബോൾക്കർ പിട്ടനേക്ക് ഭാവി ഭൈ, സത്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടികൊള്ളാനുള്ള ഭയം. ഓർ झूठ बोलकर चिट्ठियों को ना पहुंचने की जिम्मेदारी के भोज, പിന്നെ അഥവാ നുണ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലോ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിലോ ആ ലെറ്റേഴ്സ് എന്തായാലും അവിടെ കിട്ടാൻ പോണില്ല. അപ്പോൾ അതെല്ലാം എൻ്റെ തലയിൽ ഏറ്റെടുക്കുക, പറഞ്ഞാൽ ആ റെസ്പോൺസിബിലിറ്റിയൊക്കെ സ്വയം ഏറ്റെടുക്കണ ആ ഭോജ്, ആ ഒരു ഭാരം, ഇതെല്ലാം കൂടിയിട്ട് മേ ബേട്ട സിസക് റഹാത്ത, ഞാനിരുന്ന് കരയാൻ തുടങ്ങി. സിസക്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ അങ്ങനെ ഉള്ളിൽ കരിയ, വിതുമ്പി കരിയ എന്ന് പറയില്ലേ, ഉള്ളിൽ വെളിയിൽ കാണാതെ അങ്ങനെ കരയാൻ തുടങ്ങി. ഇസി സോച്ച് വിചാർ മേ 15 മിനിറ്റ് ഹോനെ കോ ആയേ, ഇങ്ങനെ ആലോചിച്ച് 15 മിനിറ്റ് ആയി. ദേർ ഹോ രഹി തീ, വൈകുന്നുണ്ടായിരുന്നു. ഓർ ഉധർ ദിൻ കാ ബൂടാപ്പ ബഡ്താ ജാത്താ താ, ഡേ ടൈമിൻ്റെ പറഞ്ഞാൽ പകലിൻ്റെ ബൂടാപ്പ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാർദ്ധക്യം വർദ്ധിച്ചു വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം രാത്രി ആവുന്നുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. പകൽ കഴിയാറായി, രാത്രി ആവുന്നുണ്ടായിരുന്നു. കഹി ഭാഗ് ജാനെ കോ തബിയത്ത് കർത്തി തീ, എവിടെയെങ്കിലും ഓടിപ്പോയാലോ എന്ന് തോന്നി. पर पिटने का भय और जिम्मेदारी की धुदारी, പക്ഷേങ്കിൽ പിന്നെയും എന്താണ് അടികൊള്ളുന്നുള്ള ഭയവും പിന്നൊന്ന് ജിമ്മേദാരിക്ക് ധുദാരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ചെയ്യാത്തതിൻ്റെ ഒരു മനസ്സിലൊരു ഗിൽറ്റി ഫീൽ ഉണ്ടായിരുന്നില്ലേ, ഒരു വിഷമം, അത് ധുദാരി. ദോനു തരഫ് സെ ധാർവാലി എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് സൈഡും മൂർച്ചയുള്ളതാണെങ്കിൽ എന്ത് ചെയ്യും? ഇതിലെ കൂടിയും പറ്റില്ല, അതിലെ കൂടിയും പറ്റില്ല അല്ലേ, രണ്ട് സൈഡിൽ നിന്നും മുറിയും, അതാണ് ധുദാരി, കൺഫ്യൂഷൻ. അങ്ങനെ കലേജ पर फिर रही थी, അങ്ങനെ ഒരു വിചാരങ്ങൾ എൻ്റെ കലേജ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലിവറ്, കരൾ, അപ്പോൾ ആ കരളിൽ ഇങ്ങനെ കറങ്ങി കളിക്കുകയായിരുന്നു. എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇത് ചെയ്യാനും പേടി, അത് ചെയ്യാനും പേടി. ദൃഢസങ്കല്പ സെ ദുവിധ കി ഭേടിയ കട്ട് ജാത്തി ഹേ, ദുവിധ എന്ന് വെച്ചാൽ കൺഫ്യൂഷൻ, ഭേടിയ എന്ന് വെച്ചാൽ ചങ്ങലകൾ എന്ന് പറയില്ലേ, പറഞ്ഞാൽ ദൃഢസങ്കല്പം എടുത്തത് കൊണ്ട് എന്താണ് ആ കൺഫ്യൂഷനൊക്കെ മാറിപ്പോയി, ആ കൺഫ്യൂഷൻ്റെ ചങ്ങലകളെല്ലാം പോയി, അതിനെ മുറിച്ച് മാറ്റി. അതിൻ്റെ അർത്ഥം മേരി ദുവിധ ബി ദൂർ ഹോ ഗയി, എൻ്റെ കൺഫ്യൂഷനും ദൂരെ മാറി, എൻ്റെ കൺഫ്യൂഷൻ മാറിപ്പോയി. കുവേ മേ ഘുസ് കർ ചിട്ടിയോ കൊ നിക്കാൽനെ കാ നിശ്ചയ കിയ, കിണറ്റിൽ ഇറങ്ങി ആ ലെറ്റേഴ്സിനെ എടുക്കാൻ ഞാൻ തീരുമാനിച്ചു. കിത്തന ഭയങ്കര നിർണയിത്ത, എത്ര ഭയാനകമായിട്ടുള്ളൊരു തീരുമാനമായിരുന്നു, ഡിസിഷൻ ആയിരുന്നു. पर जो मरने को तैयार हो उसे क्या, പക്ഷേ അഥവാ മരിക്കാൻ തയ്യാറായ ഒരാൾക്ക് ഇപ്പോൾ ഇതെന്താണ്, ഇത് വലിയ കാര്യമാണോ എന്നാണ് പറയുന്നത്. മൂർഖത അഥവാ ബുദ്ധിമത്ത, ഫൂളിഷ്നെസ് ആണോ അതോ ഇനിയിപ്പോൾ വലിയ ഇൻ്റലിജൻസ് വിസ്ഡം ആണോ എന്നൊന്നും അറിയില്ല. കിസി കാം കോ കർനെ കെ ലിയെ കോയി മോത് കാ മാർഗ് ഹി സ്വീകാർ കർലേ, എന്തെങ്കിലും പണി ചെയ്ത് തീർക്കാൻ, കാം കർനെ കെ ലിയെ എന്ന് പറഞ്ഞാൽ അങ്ങനെ വളരെ വലിയ റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ, മോത് കാ മാർഗ് പറഞ്ഞാൽ മരണം വരെ സ്വീകരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും കൂടി, ഓർ വഹ് ബി ജാൻ ബുജ്കർ, അതും തീരുമാനിച്ച് ഉറച്ചു വരിക, ജാൻ ബുജ്കർ എന്ന് പറഞ്ഞാൽ ഇൻറ്റൻഷനലി. തോ ഫിർ വഹ് അക്കേല സംസാർ ബിഡ്നെ കോ തയ്യാർ ഹോ ജാത്താ ഹെ, അങ്ങനെയുള്ള ഒരാൾ ഒറ്റയ്ക്ക് തന്നെ സംസാർ സെ ബിഡ്നെ കോ എന്ന് വെച്ചാൽ ഈ ലോകത്തോട് നേരിടാൻ, ബിഡ്ന എന്ന് വെച്ചാൽ ടു ഫൈറ്റ്, നേരിടുക, യുദ്ധം ചെയ്യാൻ, തയ്യാർ ഹോ ജാത്താ ഹെ, തയ്യാറാകും. ഓർ ഫൽ, റിസൾട്ട് ഉസേ ഫൽ കി ക്യാ ചിന്ത, അങ്ങനെ ഒരാൾക്ക് അതിൻ്റെ റിസൾട്ടിൻ്റെ ഒരു ടെൻഷനും ഉണ്ടാവില്ല, പറഞ്ഞാൽ അവർക്ക് ചെയ്യുന്ന കാര്യത്തിലായിരിക്കും കോൺസെൻട്രേഷൻ.
ഫൽ തോ കിസി ദൂസരി ശക്തി പർ നിർഭർ ഹെ. അതിൻ്റെ റിസൾട്ട് വേറെ ഏതെങ്കിലും ശക്തിയിൽ, ഇനിയൊരു ശക്തിയിലാണ് ഡിപ്പെൻഡ് ആയിരിക്കുന്നത്. കാരണം നമ്മൾ പറയില്ലേ, നമ്മൾ ചെയ്യേണ്ടത് ചെയ്തു, ഇനി അതിൻ്റെ ഫലം ഈശ്വരൻ തരട്ടെ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് പറയണത് ഇവിടെ. ഉസ് സമയ ചിട്ടിയാ നിക്കാൽനെ കെ ലിയെ മേ വിഷ്ധർ സെ ബിഡ്നെ കോ തയ്യാർ ഹോ ഗയ. ആ സമയത്ത് ആ ലെറ്റേഴ്സ് അതിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് വിഷ്ധർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയ്സണസ് ആയിട്ടുള്ളത്, പാമ്പ് പോയ്സണസ് ആയിട്ടുള്ളതല്ലേ അതാ പറയണത്, അതിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ തയ്യാറായി. പാസ ഫേക്ക് ദിയാത്ത. പാസ എന്ന് വെച്ചാൽ ഡൈസ്, നമ്മൾ കളിക്കുമ്പോൾ ഡൈസ് അറിയില്ല ഇങ്ങനെ, അതാണ് പറയുന്നത്. ഡൈ ഇങ്ങനെ എറിഞ്ഞു. मौत का आलिंगन हो अथवा सांप से बचकर दूसरा जन्म इसकी कोई चिंता न थी. ഒന്നല്ലെങ്കിലോ മോത്ത് കാ ആലിംഗൻ മരണം, അല്ലാന്നുണ്ടെങ്കിലോ സാംസെ ബച്ചിക്കർ ആ പാമ്പിൽ നിന്ന് രക്ഷപ്പെട്ട് ദൂസറ ജന്മം ഇനിയൊരു ജന്മം, രണ്ടാം ജന്മം എന്ന് പറയില്ലേ. ഇസ്കി കോയി ചിന്താനത്തി. അതേതായാലും എനിക്ക് അതൊന്നും വിഷയമല്ലായിരുന്നു, അതൊന്നും ടെൻഷനില്ലായിരുന്നു. പർ വിശ്വാസ് യഹത്ത. പറഞ്ഞ എൻ്റെ വിശ്വാസം എന്തായിരുന്നു? കി ഡണ്ടേസെ സാം കോ പെഹലെ മാർദൂങ്ക. ആ വടി കൊണ്ട് പാമ്പിനെ ആദ്യം അടിച്ചു കൊല്ലും. തബ് ഫിർ ചിട്ടിയാ ഉഠാലൂങ്ക. പിന്നെ ഞാൻ ആ ലെറ്റേഴ്സ് എടുക്കും. ബസ് ഇസി ദൃഢ വിശ്വാസ് കെ ഭൂത്തെ പർ. ഈ ദൃഢവിശ്വാസത്തിൻ്റെ ബലത്തിൽ മേനെ കുവേ മേ ഗുസ്നേക്ക് ഠാനി. ഞാൻ ആ കിണറ്റിൽ ഇറങ്ങാൻ തീരുമാനിച്ചു. ഠാന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിറ്റർമൈൻ, ഉറച്ച തീരുമാനം. छोटा भाई रोता था. ചെറിയ ഭായി കരയുമായിരുന്നു. और उसके रोने का तात्पर्य था कि मेरी मौत मुझे नीचे बुला रही है. അവൻ്റെ കരണിൻ്റെ കാരണം എന്താണ്? എൻ്റെ മരണം എന്നെ താഴെ വിളിക്കുന്നു. അതിൻ്റെ അർത്ഥം ഞാൻ താഴെ ഇറങ്ങി പോകുമ്പോൾ അവൻ പേടിച്ചിട്ട് കരയുന്നു. യദ്യപി വഹ ശബ്ദോസെ ന കഹത്താത്ത. അവനത് വാക്കുകൾ കൊണ്ട് പറയാൻ അറിയുന്നില്ല, പക്ഷെ അതാണ് കാരണം. വാസ്തവമേ മൗത് സജീവ് ഓർ നഗ്ന രൂപ് മേ കുവേ മേ ബൈഠി തീ. വാസ്തവത്തിൽ മരണം സജീവമായിട്ട് നഗ്ന രൂപത്തിൽ ആ കിണറ്റിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? പർ ഉസ് നഗ്ന മൗത്ത് സെ മുഡ്ഭേഡ് കേലിയെ. ആ നഗ്നമായിട്ടുള്ള മരണത്തിനെ മല്ലടിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയില്ലേ, നമ്മളെ നേരിടാൻ, മുഡ്ഭേഡ് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുझे भी नग्न होना पड़ा. എനിക്കും നഗ്നമാകേണ്ടി വന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ നഗ്ന എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇവരുടെ തുണിയൊക്കെ അഴിച്ച് അതിനെ ഇനി ഒന്നോട് ജോയിൻ ചെയ്തിട്ടാണ് അതിലിറങ്ങാൻ തീരുമാനിച്ചത്. അതാണ് ഈ നഗ്ന എന്ന് പറയുന്നത്. ചോട്ടാ ഭായി ബി നങ്കാ ഹുവ. ചെറിയ ഭായിയും നങ്കയായി, അവനും അവൻ്റെ തുണികളൊക്കെ അഴിച്ചു. ഏക് ധോത്തി മേരി ഏക് ചോട്ടെ ഭായിക്ക് ഏക് ചനേവാലി ദോ കാനോ. ഏക് ധോത്തി മേരി, എൻ്റെ ഒരു ധോത്തി മുണ്ട്, പിന്നെ ഒന്ന് ഭായിയുടെ, പിന്നെ ഒന്ന് ചനേവാലി അമ്മ കടല പൊതിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നതില്ലേ അതൊന്ന്, പിന്നെ ദോ കാനോസെ ബന്ദി ഹുയി ധോത്തിയ. രണ്ടുപേർക്കും ചെവി മൂടിക്കെട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തതില്ലേ അത് രണ്ടെണ്ണം. അപ്പോൾ ഏതൊക്കെയാണ്? ഇവരുടെ രണ്ടുപേരുടെയും മെയിൻ ആയിട്ടുള്ള ഓരോരോ ധോത്തിയ രണ്ടായി, പിന്നെ രണ്ടുപേരും ചെവി കെട്ടിയിട്ടുണ്ടായിരുന്നത് 2, 4ആയി, പിന്നെ അമ്മ കടല പൊതിഞ്ഞു കൊടുത്തത്, അങ്ങനെ 5 പാഞ്ച് ധോത്തിയ 5 ഓർ കുച്ച് രസ്സി മിലാക്കർ കുയേക്ക് ഗഹരായി കെലിയെ കാഫി ഹുയി. പിന്നെ ആ കയർ അവിടെ നിന്നോ കിട്ടിയിട്ടുണ്ട്, അതും കൂടി അതിൽ കൂട്ടിക്കെട്ടി, അങ്ങനെ ഇനിയൊന്നിനോട് ജോയിൻ ചെയ്ത് എല്ലാം കൂട്ടിക്കെട്ടി. അങ്ങനെ ആ കിണറിൻ്റെ ആഴം എത്രയുണ്ടെന്ന് വെച്ചാൽ അവിടേക്ക് ഇറങ്ങാൻ പാകത്തിനുള്ള നീളത്തിലുള്ളത് ആയിക്കഴിഞ്ഞു. हम लोगों ने ധോത്തിയാ एक दूसरे से बांधी. ഞങ്ങൾ ആ ധോത്തികളെല്ലാം ഇനിയൊന്നോട് ജോയിൻ ചെയ്തു. और खूब खींच कर आजमा लिया कि गाठें कड़ी है या नहीं. പിന്നെ खींच कर വലിച്ചു നോക്കി. ആസ്മാ ലിയ എന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്തു. ഗാട്ടെ പറഞ്ഞാൽ അതിൻ്റെ കെട്ട്, നോട്ട്സ്, KNOT നോട്ട് കേട്ടോ, അത് കടി ഹേ യാ നഹി, ടൈറ്റ് ആയിട്ടുണ്ടോ ഇല്ലേന്ന്. അപ്നി ഓർ സേ കോയി ധോക്കെ കാ കാം ന രഖ. ഞങ്ങളുടെ സൈഡിൽ നിന്ന് പിന്നെ ചതിക്കുള്ള കാര്യങ്ങളൊന്നും വെച്ചില്ല. അതിൻ്റെ അർത്ഥം അത് കെട്ട് പിന്നെ ലൂസായിട്ട് വീഴുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവരുതെന്ന് അർത്ഥം. അപ്പോൾ അങ്ങനെയൊക്കെ ചെക്ക് ചെയ്ത് ധോത്തിക്ക് ഏക് സിരെ പർ ഡണ്ട ബാന്ത. പിന്നെ അതിൻ്റെ ഒരറ്റത്ത് ആ വടിയെ കെട്ടി. ഓർ ഉസെ കുയമെ ഡാൽ ദിയ. എന്നിട്ട് അതിനെ ആ കിണറ്റിലേക്ക് ഇട്ടു. ഒരറ്റത്ത് വടിയെ കെട്ടി കിണറ്റിലേക്ക് ഇട്ടു. ദൂസരെ സിരേക്കോ ढेंग वह लकड़ी जिस पर चरसपुर टिकता है के चारों ओर एक चक्कर देकर और एक घाट लगाकर छोटे भाई को दे दिया. ഒരു അറ്റം വടി പിന്നെ കെട്ടി എന്നിട്ട് അതിനെ കിണറ്റിലേക്ക് ഇട്ടു. ഇനി ഒരറ്റത്തിനെ ആ ढेंग എന്ന് പറയുന്നത് അതൊരു കുറ്റി പോലെ എന്തോ ഉള്ളതാണ്. അതിലിങ്ങനെ നമുക്ക് അതിനെ കുടുക്കി കെട്ടാൻ പറ്റണത്, അവിടെ എവിടെ എന്ത് ഫിക്സ് ആയിട്ടുള്ളത്. അപ്പം അതിൽ കെട്ടി. അതിൽ ചാരോ ഓർ എക് ചക്കർ ദേക്കർ പറഞ്ഞാൽ അതിനെങ്ങനെ ചുറ്റുക, ബലത്തിലിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അതിൻ്റെ ചുറ്റും ഒരു ചുറ്റിയിട്ട് കെട്ടി. ഏക്ക് ഘാട്ട് ലഗാദിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കെട്ട് കെട്ടി. എന്നിട്ട് ചെറിയ ഭായിക്ക് അതിനെ കൊടുത്തു കയ്യിൽ.
കാരണം അവൻ ചെറുതല്ലേ. ചോട്ടാ ഭായി കേവൽ 8 വർഷ കാ താ. അവൻ വെറും 8 വയസ്സ് പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇസിലിയെ ധോത്തി കോ ഡെങ്ക് സെ കടി കർക്കെ ബാന്തിയ. അതുകൊണ്ട് ആ ഡെങ്ക് എന്ന് പറഞ്ഞാൽ ആ കുറ്റിയോ എന്തോ സാധനമാണ്, അതിൽ നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടി. ഓർ തബ് ഉസ്സെ ഖൂബ് മസ്ബൂത്തി സെ പക്കടനെ കെ ലിയെ കഹ. എന്നിട്ട് പിന്നെ ആ ചോട്ടെ ഭായിയുടെ അടുത്ത് കൊടുത്ത് അതിനെ നന്നായിട്ട് പിടിക്കാൻ പറഞ്ഞു. മേ കുയമേ ധോത്തിക്ക് സഹാരെ ഘുസ്നെ ലഗ. ഞാൻ കിണറ്റിൽ ആ ധോത്തി പിടിച്ച് ഇറങ്ങാൻ തുടങ്ങി. ചോട്ടെ ഭായി റോനെ ലഗ. ചെറിയവൻ കരയാൻ തുടങ്ങി, അവൻ പേടിച്ചിട്ട് കരയാൻ തുടങ്ങി. മേനെ ഉസെ ആശ്വാസം ദിലായ. ആശ്വാസം എന്ന് പറഞ്ഞാൽ ഭരോസ, ദിലാസ പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ആശ്വസിപ്പിക്കുക എന്ന് പറയില്ലേ, അത് തന്നെയാണ്. അവനെ ആശ്വസിപ്പിച്ചു. പറഞ്ഞു മേ കുയയ്ക്ക് നീച്ചെ പഹുസ്തേ ഹി സാംക്കു മാർദൂങ്ക. ഞാൻ താഴെ എത്തിയതും കിണറ്റിൻ്റെ താഴെ എത്തിയതും ഞാൻ പാമ്പിനെ കൊല്ലും ഞാൻ. ഓർ മേര വിശ്വാസ് ബി ऐसा ही था. എൻ്റെ വിശ്വാസവും അതുപോലെ തന്നെയായിരുന്നു. പറഞ്ഞാൽ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചതും അത് തന്നെയായിരുന്നു. കാരണം യഹ താ കി ഇസ്സെ പെഹലെ മേനെ അനേക് സാംപ് മാരേ ഥേ. അതിൻ്റെ കാരണം എന്തായിരുന്നു? ഇതിൻ്റെ മുമ്പിൽ ഞാൻ ഒരുപാട് പാമ്പുകളെ കൊന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനും അങ്ങനെയൊക്കെ തന്നെ വിചാരിച്ചത്. ഇതിൻ്റെ ബാക്കി സെക്കൻഡ് പാർട്ടായിട്ടുണ്ട് കേട്ടോ.